നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ വലൻസിയക്കെതിരെയുള്ള മത്സരത്തിൽ വിനിയ ജൂനിയർക്ക് റെഡ് കാർഡ് ലഭിച്ചു. ഉണ്ടായ സംഭവം നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. വലൻസിയയുടെ ഗോൾ കീപ്പറാണ് ആദ്യം വിനിയെ ടോണ്ട് ചെയ്യുന്നത്. അതിന് അദ്ദേഹം വളരെ വൈൽഡായിട്ട് പ്രതികരിച്ചു. സ്വാഭാവികമായിട്ടും റഫറി മോണിറ്റർ നോക്കി അദ്ദേഹത്തിന് റെഡ് കാർഡ് കൊടുത്തു. ഇനിയിപ്പോൾ 4 മത്സരങ്ങളിലൊക്കെ വിലക്ക് വന്നേക്കാം എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടെങ്കിലും അക്കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടില്ല. റയൽ മാഡ്രിഡ് എന്തായാലും അപ്പീൽ കൊടുക്കാൻ പോവുകയാണ് എന്ന് കാർലോ ആഞ്ചലോട്ടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിനി തന്നെ ഈ വിഷയത്തിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ എക്സിലൊക്കെ ഇട്ടിരിക്കുന്ന പോസ്റ്റിംഗാണ് സോറി ആൻഡ് താങ്ക്സ് ടീം എന്നാണ്. അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളോട് സ്വാഭാവികമായിട്ടും അദ്ദേഹം മാപ്പ് പറയുകയാണ്. കാരണം 10 പേരായി ഈ ടീം ചുരുങ്ങി, അത് വല്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ ജൂഡ് ബെല്ലിംഗാമിൻ്റെയും മോഡ്രിച്ചിൻ്റെയും ഒക്കെ മികവിൽ അവർ വിജയിച്ചേറി. അതിനാണ് അദ്ദേഹം നന്ദി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വിനിക്ക് വരുന്ന മത്സരങ്ങൾ നഷ്ടമാകും. ലാസ് പാൽമാസിനെതിരെയാണ് ഇനിയിപ്പം റയൽ മാഡ്രിഡിന് ലാലിഗയിൽ മത്സരമുള്ളത്. ആ മത്സരം ജനുവരി 19-നാണ്. ആ കളി അദ്ദേഹത്തിന് നഷ്ടമാകുമെന്നാണ് കരുതപ്പെടുന്നത്. അതിനുമുമ്പ് പക്ഷേ കോപ്പ ഡെൽ റേയിലെ മത്സരമുണ്ട്, സൂപ്പർ കോപ്പ ഡി എസ്പാനയിലെ മത്സരമുണ്ട്. ആ മത്സരങ്ങൾ നഷ്ടമാവാനുള്ള സാധ്യതയില്ല. ലാലിഗയിൽ തന്നെയായിരിക്കും ഇത് ബാധിക്കുക എന്നാണിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തേക്ക് വരാനുണ്ട്. റയലിൻ്റെ അപ്പീൽ ഏത് രൂപത്തിലായിരിക്കും ലാലിഗ അധികൃതരെ കൈകാര്യം ചെയ്യുക എന്നതും കണ്ടറിയണം. ഏതായാലും വളരെ കൃത്യമായിട്ട് കാർലോ ആഞ്ചലോട്ടി പറയുന്നത് അത് റെഡ് കാർഡിനുള്ള ഇഷ്യൂ അല്ല. ആദ്യം താരത്തെ ടോണ്ട് ചെയ്തത് വലൻസിയയുടെ ഗോൾ കീപ്പറാണ്. അതുകൊണ്ട് രണ്ടുപേർക്കും യെല്ലോ കൊടുക്കേണ്ട ഇൻസിഡൻ്റാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ആഞ്ചലോട്ടിയുടെ വാദം. അതുതന്നെയാണ് റയൽ മാഡ്രിഡിൻ്റെയും വാദം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.